നമസ്കാരം. കേരളത്തിലെ ജയിലുകളിൽ കഴിഞ്ഞ 10 വർഷമായി തുടർന്നിരുന്ന പാർട്ടി ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം ഭരണം മാറിയതോടെ ആ അഴിഞ്ഞാട്ടത്തിന് ശക്തമായ പൂട്ടുവീഴുന്നു എന്നുള്ള വാർത്തയാണ് അവസാനം വരുന്നത്. ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് തവനൂർ ജയിലിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. BSNL ഏർപ്പെടുത്തിയിട്ടുള്ള കോയിൻ ബോക്സ് ടെലിഫോൺ സംവിധാനത്തെ പോലും അട്ടിമറിച്ച് ദുരുപയോഗം ചെയ്ത് കൊടിസുനി എന്ന കൊടും ക്രിമിനൽ ഒടുവിൽ കൃത്യമായി പിടിക്കപ്പെട്ടിരിക്കുന്ന വാർത്ത. സാധാരണ തടവുകാർക്ക് അനുവദിച്ചിട്ടുള്ള ഫോൺ കാർഡ് സംവിധാനത്തിൽ കള്ളത്തരം കാണിച്ച് തനിക്ക് അനുവാദമില്ലാത്ത പുറലോകത്തെ നമ്പറുകളിലേക്ക് കൊടിസുനി ആശയവിനിമയം നടത്തി ഫോൺ വിളിച്ചു, സംസാരിച്ചു എന്നൊക്കെയാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം. പക്ഷെ കഴിഞ്ഞ 10 വർഷം അങ്ങനെയല്ല. കഴിഞ്ഞ 10 വർഷം ഉദ്യോഗസ്ഥരെയൊക്കെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നത് CPM ആണ്. CPM-ന്റെ ഗുണ്ടയാണ് കൊടിസുനി. അല്ല ബാക്കിയുള്ളവർ, അല്ലെങ്കിൽ CPM-ന് വേണ്ടി പണിയെടുത്തത് കൊണ്ടാണ്, നേതാക്കൾക്ക് വേണ്ടി പണിയെടുത്തത് കൊണ്ടാണ് അവർ ജയിലിലായത്. സ്വാഭാവികമായിട്ട് അവരുടെ ഒരു പിന്തുണ വേണം. കാരണം നാളെ ഇവര് വീണ്ടും വേണമല്ലോ. അതിനുള്ള പിന്തുണയും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അധികാരമില്ല, പ്രതിപക്ഷത്താണ്, ഉദ്ദേശം നടക്കുന്നില്ല. സാധാരണ നമുക്കറിയാം, തവനൂര് ജയിലിലെ കോയിൻ ബോക്സ് വഴി വിളിക്കാൻ വേണ്ടിയിട്ട് BSNL-ന്റെ ഒരു 450 രൂപയുടെ ഒരു പ്രത്യേക കാർഡാണ് തടവുകാർക്ക് കൊടുക്കുന്നത്. ഇതിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3 നമ്പറുകൾ, ആ നമ്പറുകളിലേക്ക് മാത്രമേ വിളിക്കാൻ പറ്റൂ. ഒരു 450 മിനിറ്റ് സംസാരിക്കാം ഒരു മാസത്തിൽ. 3 നമ്പറുകളാണല്ലോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാക്കുക. അതിന് പുറമെ മറ്റൊരു നമ്പറിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സഹ തടവുകാരന്റെ കാർഡ് കൈക്കലാക്കി ആ കാർഡ് ഉപയോഗിച്ച് പുറത്തേക്ക് വിളിച്ച് ആ കോൾ മറ്റൊരു നമ്പറിലേക്ക് കോൺഫറൻസ് ചെയ്ത് അങ്ങനെ കൊടിസുനിക്ക് ജയിലിന് പുറത്തുള്ളവരുമായിട്ട് രഹസ്യ ഇടപാടുകൾ നടത്തിയെന്നാണ് വാർത്ത. നല്ല പരിപാടിയാണല്ലേ. നമ്മൾ 3 നമ്പർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടെക്നോളജി മാറിപ്പോയി. നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മറ്റൊരാളെ വിളിച്ച് കോൺഫറൻസ് ചെയ്യാമല്ലോ, സംസാരിക്കാമല്ലോ. അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ടെക്നോളജിന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ലിമിറ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ? ജയിലധികൃതരുടെ കണ്ണു വെട്ടിച്ച് ഈ തട്ടിപ്പ് നടത്താനുള്ള അതീവ ഗൗരവമായിട്ടുള്ള ഫോൺ വിളി കൃത്യമായിട്ട് നിരീക്ഷിച്ചിരുന്നു. സംശയം ഉണ്ടായിരുന്നു. ആ സംശയം പതിയിരുന്ന് അവസാനം പൊക്കി. സംഭവം പുറത്തായതോടെ തവനൂർ ജയിൽ സൂപ്രണ്ട് അടിയന്തര അന്വേഷണം പ്രഖ്യാപിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതൊരു സഹ തടവുകാരന്റെ അറിവോടെയാണോ അതോ കാർഡ് മോഷ്ടിച്ചതാണോ എന്നതിനെ കുറിച്ചും ഈ ഫോൺ കോൾ വഴി പുറത്തുള്ള ആരെയാണ് സുനി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ആ കോൺഫറൻസിലൂടെ ആരെയാണ് ബന്ധപ്പെട്ടത് എന്നൊക്കെ ജയിൽ വകുപ്പും പോലീസും ഒക്കെ വിശദമായ അന്വേഷണത്തിലാണ്. ഈ കള്ളക്കളി പിടിക്കപ്പെട്ടതോടെ കൊടിസുനിയെ ഉടനടി അതീവ നിയന്ത്രണത്തിലുള്ള പണിഷ്മെന്റ് സെല്ലിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇനി സുനിക്ക് മറ്റൊരു തടവുകാരെ പോലെ ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ ജയിൽ കോമ്പൗണ്ടിൽ ഇറങ്ങി നടക്കാനോ ഉള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. മുമ്പ് 2 ഇടതുപക്ഷ സർക്കാരുകളുടെ, 1ാം പിണറായി സർക്കാരിന്റെയും 2ാം പിണറായി സർക്കാരിന്റെയും ഒക്കെ കാലത്ത് ഇതേ കൊടിസുനി കണ്ണൂർ ജയിലിലും വിയ്യൂർ ജയിലിലും ഒക്കെ കിടന്ന് ഫോൺ വിളിച്ച് കൊട്ടേഷൻ സാമ്രാജ്യം ഭരിച്ചപ്പോ ആഭ്യന്തര വകുപ്പ് കണ്ണടച്ചിരുട്ടാക്കിയായിരുന്നു. അന്ന് ജയിൽ ജീവനക്കാരെയും അതേപോലെ ജോയിന്റ് സൂപ്രണ്ടിനെ പോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുകയും കയ്യിലെ ചരടുവരി മുഖത്തെറിയുകയും ഒക്കെ ചെയ്തപ്പോ സുനിക്കെതിരെ നടപടിയെടുക്കാൻ അന്നത്തെ ഭരണകൂടത്തിന് ഭയമായിരുന്നു. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൊണ്ട് അന്ന് ഉദ്യോഗസ്ഥർക്ക് കൈയും കെട്ടി നോക്കിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് PD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജയിലിനുള്ളിലെ കള്ളക്കളികൾക്കൊന്നും ഇനിയിപ്പോ ഒരു പരിഗണനയും ലഭിക്കില്ല. ഈ ഒരൊറ്റ നടപടിയോടെ അത് വ്യക്തമായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും കഴിഞ്ഞ 10 വർഷം വളർത്തിയെടുത്തിട്ടുള്ള ഒരു ഗുണ്ടാ സംസ്കാരം, അതിന് തവനൂർ ജയിലിൽ വെച്ച് അന്വേഷണത്തിന്റെ പൂട്ട് വീണിരിക്കുന്നു എന്നാണ് പറയേണ്ടി വരുന്നത്. മുമ്പ് കുറ്റിപ്പുറം പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ കേസുകളടക്കം ഇപ്പോൾ വളരെ ശക്തമായ തുടർ നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. കൊടിസുനിയെ ഇനി അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണോ എന്നതടക്കമുള്ള കനത്ത ആലോചനകളാണ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രേ നിയമം അതിന്റെ എല്ലാ ശക്തിയോടും കൂടി നടപ്പിലാക്കുമെന്നും പാർട്ടി ക്രിമിനലുകളുടെ ഒരു തട്ടിപ്പും ഇനി തടവറയ്ക്കുള്ളിൽ നടക്കില്ല എന്നുമുള്ള ആഭ്യന്തര വകുപ്പിന്റെ കർശനമായിട്ടുള്ള നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകേണ്ടതുണ്ട്. തടവറകൾ ഇനി ക്രിമിനലുകളുടെ ആസ്ഥാന മന്ദിരങ്ങളാകാൻ അല്ലെങ്കിൽ ആസ്ഥാന കേന്ദ്രമാക്കാൻ ഈ പുതിയ ഭരണകൂടം അനുവദിക്കില്ല എന്ന ഒരു ഉറച്ച സന്ദേശമാണ് കൊടിസുനിക്കെതിരെയുള്ള ഈ അടിയന്തര അന്വേഷണവും പണിഷ്മെന്റ് സെൽ നടപടിയും ഒക്കെ തെളിയിക്കുന്നത്. ഏതായാലും പാർട്ടിയെ വിശ്വസിച്ച് 3ാം തുടർഭരണം ഉണ്ടാകും എന്ന് കരുതി സുഖവാസത്തിൽ ഇരിക്കാമെന്ന് കരുതിയ പാർട്ടി ഗുണ്ടകളുടെ ജയിൽവാസത്തിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ്. Different angles. Don't forget to subscribe and support this channel.